ടീം മാറ്റ് കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 47/2024 ഡിഗ്രി ലെവൽ ഒരു കോമൺ പ്രിലിമിനറി എക്സാമിനകത്ത് ചോദിച്ച ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് പഠന ക്വസ്റ്റ്യൻസ് ആണ്. മൊത്തം 20 ചോദ്യങ്ങളാണ് ഉള്ളത്. സോ നമ്മളിതൊരു 2 അല്ലെങ്കിൽ 3 വീഡിയോസ് ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. കാരണം വലിയ ലെന്ത് വരാതിരിക്കുക 2 അല്ലെങ്കിൽ 3 വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക. അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ടായിരിക്കും വീഡിയോ നമ്മുടെ ആൻസറുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ as a token of gratitude, please like this particular video, share with your friends too. So ചോദ്യം ഇങ്ങനെയാണ്. നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ചോദ്യങ്ങൾ നോക്കുന്നതാവും. സോ ഇംഗ്ലീഷിലുള്ള ചോദ്യം ഇങ്ങനെ: വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് 7 raised to x plus 2 equal to 49 raised to 2x minus 3? 7 raised to x plus 2 equal to 49 raised to 2x minus 3 ആണെങ്കിൽ എക്സിന്റെ മൂല്യം എന്താണ്? സോ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 7 raised to x plus 2 equal to 49 raised to 2x minus 3. സോ ഇങ്ങനെ ഒരു ചോദ്യം തരുമ്പോൾ നമ്മൾ നോക്കാം, ബേസ് ആയിട്ട് നമ്മൾ തന്നിരിക്കുന്ന നമ്പറുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കാം. ഇവിടെ 7, ഇവിടെ 49. നമുക്കറിയാം 49 എന്ന് പറയുന്നത് 7 സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഈ 49 പകരം 7 സ്ക്വയർ ഹോൾ റേസ് ടു 2x മൈനസ് 3 എന്ന് എഴുതാം. ഇപ്പം a റേസ് ടു എക്സ് ഹോൾ റേസ് ടു y എന്ന് പറഞ്ഞാൽ a റേസ് ടു എക്സ് ഹോൾ റേസ് ടു y എന്ന് പറഞ്ഞാൽ a റേസ് ടു എക്സ് വൈ ആണ്. അപ്പൊ 7 സ്ക്വയർ ഹോൾ റേസ് ടു 2x മൈനസ് 3 എന്ന് പറഞ്ഞാൽ 7 റേസ് ടു 2x മൈനസ് 3 എന്ന് എഴുതാനായിട്ട് പറ്റും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എന്ത് വരും? 7 റേസ് ടു 4x മൈനസ് 6 എന്ന് കിട്ടും. 7 റേസ് ടു 4x മൈനസ് 6 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 7 റേസ് ടു എക്സ് പ്ലസ് 2 ഉണ്ട്. അപ്പൊ 7 റേസ് ടു എക്സ് പ്ലസ് 2 ഈക്വൽ ടു 7 റേസ് ടു 4x മൈനസ് 6 ആണെങ്കിൽ നമുക്ക് എഴുതാം 4x മൈനസ് 6 ഈക്വൽ ടു എക്സ് പ്ലസ് 2 എന്ന് എഴുതാനായിട്ട് പറ്റും. എക്സ് ഉള്ള ടൈമിന് ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 4x മൈനസ് 6 ഈക്വൽ ടു മൈനസ് 6 അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് 6 ആവും. അപ്പൊ 2 പ്ലസ് 6 ഈക്വൽ ടു 8 എന്ന് കിട്ടും. അതായത് 3x ഈക്വൽ ടു 8 എന്ന് വന്നു. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 8/3. എക്സ് ഇസ് ഈക്വൽ ടു 8/3. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്ത ചോദ്യം: രണ്ട് സംഖ്യകളുടെ ആകെത്തുക 8ഉം ഉൽപ്പന്നം 15ഉം ആണെങ്കിൽ അവയുടെ പരസ്പര സംഖ്യകളുടെ തുക എത്രയാണ്? അവയുടെ പരസ്പര സംഖ്യകളുടെ തുക എത്രയാണ്? സോ ഇംഗ്ലീഷ് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇഫ് ദ സം ഓഫ് ദ ടു നമ്പേഴ്സ് ഈസ് 8 ആൻഡ് ദെയർ പ്രൊഡക്റ്റ് ഈസ് 15, വാട്ട് ഈസ് ദ സം ഓഫ് ദെയർ റെസിപ്രോക്കൽ? അതായത് അവർ റെസിപ്രോക്കലുടെ സം എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ രണ്ട് നമ്പറുകൾ നമ്മൾ എക്സും വൈയും ആയിട്ട് അസ്യൂം ചെയ്ത് നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 8. കാരണം സമ്മ് 8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 15. അതായത് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 15. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 8 ആണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാം? വൈ ഈക്വൽ ടു 8 മൈനസ് എക്സ് എന്ന് എഴുതാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 8 ആണെങ്കിൽ വൈ ഈക്വൽ ടു 8 മൈനസ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ വൈക്ക് പകരം എന്ത് കൊടുത്താൽ മതി? 8 മൈനസ് എക്സ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എക്സ് ഇൻറ്റു 8 മൈനസ് എക്സ്, എക്സ് ഇൻറ്റു 8 മൈനസ് എക്സ് ഈക്വൽ ടു 15. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 8x മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 15. 8x മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 15. അതായത് എല്ലാത്തിനെയും അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയാൽ എക്സ് സ്ക്വയർ പ്ലസ് 8x എന്നുള്ളത് മൈനസ് 8x ആകും. പ്ലസ് 15 ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതിനകത്ത് എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള കോഎഫിഷ്യന്റ് 1 ആണെങ്കിൽ, എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള കോഎഫിഷ്യന്റ് 1 ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടൈം എടുക്കാം. എങ്ങനെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടൈം നമുക്ക് എടുത്തിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 15. അപ്പൊ ഈ 15 എന്ന് പറയുന്നത് രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 15 കിട്ടണം. രണ്ട് നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മൈനസ് 8 കിട്ടണം. അപ്പൊ രണ്ട് നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്താൽ നെഗറ്റീവും മൾട്ടിപ്ലൈ ചെയ്താൽ 15ഉം കിട്ടണമെങ്കിൽ, മൾട്ടിപ്ലൈ ചെയ്ത് 15ഉം കിട്ടണമെങ്കിൽ രണ്ട് നമ്പറുകളും നെഗറ്റീവ് ആയിരിക്കണം. അതായത് മൈനസ് 3യും മൈനസ് 5. അപ്പൊ ഈ 8xനെ നമുക്ക് ഇങ്ങനെ എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 5x പ്ലസ് 15 ഈക്വൽ ടു 0 എന്ന് എഴുതാനായിട്ട് പറ്റും. ഇനി ആദ്യത്തെ രണ്ട് ടേമിൽ നിന്ന് എക്സ് കോമൺ എടുത്താൽ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 3. മൂന്നാമത്തെ നാലാമത്തെ ടേമിൽ നിന്ന് മൈനസ് 5 കോമൺ എടുത്താൽ എക്സ് മൈനസ് 3 ഈക്വൽ ടു 0. എക്സ് മൈനസ് 3 കോമൺ എടുത്താൽ ബാക്കി എന്തുണ്ട്? എക്സ് മൈനസ് 5 ഈക്വൽ ടു 0. അതായത് എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 5 ഈക്വൽ ടു 0. അതായത് ഐദർ എക്സ് മൈനസ് 3 ഈക്വൽ ടു 0 ഓർ എക്സ് മൈനസ് 5 ഈക്വൽ ടു 0. അതായത് എക്സ് ഈസ് ഈക്വൽ ടു 3 ഓർ എക്സ് ഈസ് ഈക്വൽ ടു 5. ഒന്നെങ്കിൽ എക്സ് 3 ആകും, അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 5 ആകും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ആ നമ്പറുകളുടെ റെസിപ്രോക്കലുകളുടെ സം.
എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 8 ആണെങ്കിൽ എക്സ് 3 ആകുമ്പോൾ വൈ 5 ആകും, എക്സ് 5 ആകുമ്പോൾ വൈ 3 ആവും. റെസിപ്രോക്കലുകളുടെ സം എന്ന് പറയുമ്പോൾ എന്ത് വരും? 1/x പ്ലസ് 1/3. അതായത് എന്ത് വരും? 1/x പ്ലസ് 1/y ഈക്വൽ ടു 1/3 പ്ലസ് 1/5. ക്രോസ് ചെയ്ത് എന്ത് കിട്ടും? 5 പ്ലസ് 3 ഡിവൈഡ് ബൈ 15. 5 3 8/15. 8/15 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. അതായത് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. രണ്ടാമത്തെ ആൻസർ ഓപ്ഷൻ സി ആയിട്ട് വരും. അടുത്ത ക്വസ്റ്റ്യൻ. The ratio of two positive numbers is 5/6. Their product is 480. Then the greatest number is. രണ്ട് പോസിറ്റീവ് സംഖ്യകളുടെ അനുപാതം 5:6 ഉൽപ്പന്നം 480 ആണെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? ഒരു സംഖ്യയെ എക്സ് ആയിട്ടും മറ്റേ സംഖ്യയെ വൈ ആയിട്ടും അസ്യൂം ചെയ്താൽ x/y ഈക്വൽ ടു 5/6 എന്ന് എഴുതാം. കറക്റ്റാ? അതായത് 6x ഈക്വൽ ടു 5y എന്ന് വരും. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണം വെച്ചാൽ ഏതെങ്കിലും ഒരു വേരിയബിളിനെ മറ്റേ വേരിയബിളിന്റെ ടേബിൾ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എക്സ് ഈസ് ഈക്വൽ ടു 5/6y എന്ന് എഴുതാം. എക്സ് ഈസ് ഈക്വൽ ടു 5/6y എന്ന് എഴുതാം. നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താ? സംഖ്യകളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 480 ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് എക്സ് ഇൻറ്റു വൈ ആണ് 480. അപ്പൊ വൈക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? എക്സിന് പകരം നമുക്ക് എന്ത് എഴുതാം? എക്സിന് പകരം 5/6y എന്ന് എഴുതാം. അപ്പൊ എന്തെഴുതാം? 5/6y ഇൻറ്റു വൈ ഈക്വൽ ടു 480. അതായത് 5/6y² ഈക്വൽ ടു 480. കറക്റ്റാ? 5 കൊണ്ട് 480 ക്യാൻസൽ ചെയ്താൽ 5 കൊണ്ട് 480 നമുക്ക് ക്യാൻസൽ ചെയ്ത് നമുക്ക് 96 കിട്ടും. അതായത് y² ഈക്വൽ ടു 96 ഇൻറ്റു 6. 96 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 576 എന്ന് കിട്ടും. അതായത് y ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 576. y ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 576. ദാറ്റ് ഈസ് ഈക്വൽ ടു y ഈക്വൽ ടു 24 എന്ന് കിട്ടും. വൈയുടെ വാല്യൂ എന്ത് വന്നു? 24 വന്നു. വൈയുടെ വാല്യൂ 24 ആണ്. എക്സിന്റെ വാല്യൂ എന്ത് കണ്ടുപിടിക്കാം? എക്സ് ഈസ് ഈക്വൽ ടു 5/6 ഇൻറ്റു 24 എന്ന് വരും. 24ഉം 6 കൊണ്ട് ക്യാൻസൽ ചെയ്ത 4. 5 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 20 കിട്ടും. അപ്പോൾ ഒരു സംഖ്യ 24ഉം ഒരു സംഖ്യ 20ഉം ആയിരിക്കും. തന്നിലെ വലിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 20 ആയിരിക്കും. അടുത്ത ചോദ്യം. തുടർച്ചയായ 4 ഒറ്റ സംഖ്യകളുടെ ആകെത്തുക 976 ആണെങ്കിൽ ആ 4ൽ ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ഏത്? If the sum of 4 consecutive odd numbers is 976, then the smallest odd number among the 4 is. അതായത് ഒരു ഓഡ് നമ്പർ ആയിട്ട് എക്സ്, ഏറ്റവും ചെറിയ ഓഡ് നമ്പർ ആയിട്ട് എക്സ് അസ്യൂം ചെയ്താൽ ഒന്നാണെങ്കിൽ അടുത്ത 3 ആണ്. അപ്പൊ അടുത്ത ഓഡ് നമ്പർ എന്ത് വരും? x+2. അടുത്ത ഓഡ് നമ്പർ എന്ത് വരും? x+4. അടുത്ത ഓഡ് നമ്പർ എന്ത് വരും? x+6. എല്ലാം കൂടെ കൂടെ നമുക്ക് എന്ത് കിട്ടും? 976. അപ്പൊ x പ്ലസ് അപ്പൊ എന്ത് കിട്ടും? 4x പ്ലസ് 4 × 6 6 6 12. 4x പ്ലസ് 12 ഈക്വൽ ടു 976. അതായത് 4x ഈസ് ഈക്വൽ ടു 1. 976 മൈനസ് 12. 976 മൈനസ് 12 എന്ന് പറയുമ്പോൾ 964 എന്ന് കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു 964/4. 964/4 എന്ന് പറഞ്ഞാൽ 241. എക്സ് ആണ് നമ്മൾ ഏറ്റവും ചെറിയ ഓഡ് നമ്പർ ആയിട്ട് അസ്യൂം ചെയ്തത്. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 241 ആയിരിക്കും. ഓപ്ഷൻ ബി 241 ആയിരിക്കും. അടുത്ത ചോദ്യം. A and B together can complete a work in 12 days. A and C together in 8 days. B and C together in 6 days. Then the B alone can do the work in. എയും ബിയും ചേർന്ന് 12 ദിവസം കൊണ്ടും എയും സിയും ചേർന്ന് 8 ദിവസം കൊണ്ടും ബിയും സിയും ചേർന്ന് 6 ദിവസം കൊണ്ടും ഒരു ജോലി പൂർത്തിയാക്കുമെങ്കിൽ ബി ഒറ്റയ്ക്ക് ആ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം? ഇങ്ങനെ വർക്കിന്റെ കേസിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താ? എയും ബിയും കൂടെ കൂടി 12 ദിവസം കൊണ്ട് ജോലി ചെയ്യും. എയും സിയും കൂടെ കൂടി 8 ദിവസം കൊണ്ട് ജോലി ചെയ്യും. ബിയും സിയും കൂടെ കൂടി 6 ദിവസം കൊണ്ട് ജോലി ചെയ്യും. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ടാണ് ജോലി ചെയ്യുന്നത് തന്നിരിക്കുന്നത്? ആ ദിവസങ്ങളുടെ LCM ആയിരിക്കും ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. അതായത് 12, 8, 6. ഇതിന്റെ LCM എടുത്താൽ 6 എടുത്താൽ 2, 8, 1. വീണ്ടും നമ്മൾ 2 എടുത്താൽ 1, 4. ഈ LCM കണ്ടേ 6, 4, 24. 24, 2, 48. 48 യൂണിറ്റ് ആയിരിക്കും വർക്ക് എന്ന് പറയുന്നത്. ടോട്ടൽ വർക്ക് എന്ത് വരും? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 48 യൂണിറ്റ് വരും.
എയും ബിയും കൂടെ കൂടി 12 ദിവസം കൊണ്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ വർക്ക് 48 ദിവസമാണെങ്കിൽ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 48/12 4 യൂണിറ്റ് ആയിരിക്കും. എയും സിയും കൂടെ കൂടി 8 ദിവസം കൊണ്ട് ജോലി തീർക്കുമെങ്കിൽ ടോട്ടൽ വർക്ക് 48 ഉണ്ടെങ്കിൽ 48/8 6 യൂണിറ്റ് ആയിരിക്കും ഒരു ദിവസം ചെയ്യുന്ന വർക്ക്. ബിയും സിയും കൂടെ കൂടി 6 ദിവസം കൊണ്ട് വർക്ക് തീരുമെങ്കിൽ 48/6 8 യൂണിറ്റ് ആയിരിക്കും ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത്. ക്ലിയറാ? ഇനി അങ്ങനെയാണെങ്കിൽ ബിക്ക് ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്താൽ ബി ഒരു ദിവസം എത്ര വർക്ക് ചെയ്യുന്നു കണ്ടുപിടിക്കാനായിട്ട് പറയണം. അതിനെന്ത് ചെയ്താൽ മതി? ഇതിനെ നമ്മൾ ഒന്നാമത്തെ ഈക്വേഷനും ഇതിനെ നമ്മൾ രണ്ടാമത്തെ ഈക്വേഷനും ഇതിനെ നമ്മൾ മൂന്നാമത്തെ ഈക്വേഷനുമായിട്ട് എടുത്താൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും കൂടി ഇക്വേഷനെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? a + 2b + c = എത്ര? 4 + 8 12 യൂണിറ്റ് വർക്ക്. ദെൻ എയും സിയും കൂടെ കൂട്ടി എത്രയാണ്? 6 യൂണിറ്റ് ആണ്. എയും സിയും കൂടെ കൂടി 6 യൂണിറ്റ് ആണ്. അപ്പം ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ മുകളിലത്തെ ഇക്വേഷൻ താഴത്തെ ഇക്വേഷൻ കുറച്ചാൽ എയും ക്യാൻസൽ ആവും, സിയും ക്യാൻസൽ ആവും. ബാക്കി എന്തുണ്ട്? 2b = 12 - 6 യൂണിറ്റ് എന്ന് കിട്ടും. അതായത് b = 3 യൂണിറ്റ്. അതായത് ബി ഒരു ദിവസം ചെയ്യുന്നത് 3 യൂണിറ്റ് വർക്കാണ്. മൊത്തം വർക്ക് എത്രയാണ്? 48 യൂണിറ്റ്. ബി ഒരു ദിവസം 3 യൂണിറ്റ് വർക്ക് ചെയ്യുമെങ്കിൽ 48 യൂണിറ്റ് വർക്ക് ചെയ്യാനായിട്ട് എത്ര ദിവസം വേണം? 16 ദിവസം. 48/3 16 ദിവസം വേണം. അടുത്ത ചോദ്യം, അടുത്ത നമ്പർ എന്താണ്? 5, 6, 14, 45. 5, 6, 14, 45. വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ? 5, 6, 14, 45. നമ്മൾ യൂഷ്വലി ചെയ്യുന്ന എന്താ? ഡിഫറൻസ് കണ്ടു നോക്കും. ഇതൊന്ന്, പിന്നെ വരുന്നത് 8, പിന്നെ വരുന്നത് 31. ഒരു ബന്ധമൊന്നും കിട്ടുന്നില്ല. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ if you take 5 × 1 + 1 = 6, then 6 × 2 + 2 = 14. 14 × 3 + 3, 14 × 3 is 42, 42 + 3 is 45. കറക്റ്റാ? അങ്ങനെയാണെങ്കിൽ അടുത്തതെന്ന് പറയുന്നത് 45 × 4 + 4, 45 × 4 is 180, 180 + 4 is 184. അപ്പം അടുത്ത നമ്പർ എന്ന് പറയുന്നത് 184. അതായത് ആ ടേം ഇൻറ്റു 1 + 1 = നെക്സ്റ്റ് ടേം. അപ്പൊ അടുത്ത ടേമിനോട് കൂടി 2 കൊണ്ട് ഗുണിച്ചിട്ട് 2 കൂട്ടുന്നു, അടുത്ത ടേമിനോട് കൂടി 3 കൊണ്ട് ഗുണിച്ചിട്ട് 3 കൂട്ടുന്നു. അങ്ങനെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 184 ആയിരിക്കും. ഓപ്ഷൻ ബി 184 ആയിരിക്കും. ക്ലിയർ? അടുത്ത ചോദ്യം, if the distance traveled by a car in t seconds is given by d = 4t² - 3. If the car started at 9 a.m., what is the distance traveled by the car between 9:02 a.m. and 9:03 a.m.? ടി സെക്കൻഡിൽ ഒരു കാർ സഞ്ചരിക്കുന്ന ദൂരം 4t² - 3 ആണ് നൽകുന്നത്. രാവിലെ 9 മണിക്ക് കാർ സ്റ്റാർട്ട് ചെയ്താൽ 9:02 - 9:03 ഇടയിൽ കാർ സഞ്ചരിച്ച ദൂരം എത്രയാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഒന്നും കറക്റ്റ് ആയിട്ടില്ല. സോ ബേസിക്കലി 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ 9:02 എന്ന് പറയുമ്പോൾ 2 മിനിറ്റ് ട്രാവൽ ചെയ്തു. സമയം തന്നിരിക്കുന്ന സെക്കൻഡിലായതുകൊണ്ട് 120 സെക്കൻഡ് ട്രാവൽ ചെയ്തു. 9:03 എന്ന് പറയുമ്പോൾ 180 സെക്കൻഡ് ട്രാവൽ ചെയ്തു. ഇക്വേഷൻസ് ആയിട്ട് ഫോർ എക്സാമ്പിൾ ഇങ്ങനെയുള്ള ഓൾജിബ്രിക് ഇക്വേഷൻസ് ആയിട്ട് തരുന്ന സമയം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 120 ഡിസ്റ്റൻസ് സെക്കൻഡോട് സഞ്ചരിച്ച ദൂരം d 120 = what? 4 × 120² - 3. 4 × 120², 4 × 120² - 3 എന്ന് കിട്ടും. അപ്പൊ ഇതെന്ന് പറയുന്നത് 57,597 എന്ന് വരും. അടുത്തത് d × 180, 3 മിനിറ്റിൽ എന്ത് വരും? 4 × 180² - 3 എന്ന് വരും. ഇതെന്ന് പറയുന്നത് 1,29,597 എന്ന് കിട്ടും. 180ന്റെ സ്ക്വയർ എടുത്തിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം 3 സബ്സ്ട്രാക്ട് ചെയ്യാം. ഇനി നമ്മൾ 9:02 - 9:03 120 സെക്കൻഡോട് ഇത്ര സഞ്ചരിച്ചു, 180 സെക്കൻഡോട് ഇത്ര സഞ്ചരിച്ചെങ്കിൽ അവയ്ക്കിടയിൽ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് d180 - d120 ആയിരിക്കും. അതായത് 129567 -57597 57597. നമ്മൾ ഇത് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ 7 ൽ 7 പോയ 0, 597, 9 - 9 0 വരും, 5 - 5 0 വരും. 9 ൽ 7 പോയാൽ 2 കിട്ടി, 12 ൽ 5 പോയാൽ 7. ഓക്കെ,
72,000 മീറ്റേഴ്സ് 72,000 മീറ്റേഴ്സ് എന്ന് കിട്ടും. 72,000 മീറ്റേഴ്സ് എന്നുള്ളതായിരിക്കും നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. കറക്റ്റാ? സഞ്ചരിച്ച ദൂരം 72,000 മീറ്റേഴ്സ് എന്ന് കിട്ടും. റൈറ്റ്? 72,000 മീറ്റേഴ്സ് എന്ന് പറഞ്ഞ കിലോമീറ്ററിലേക്ക് മാറ്റി എന്ത് വരും? 72 കിലോമീറ്റർ എന്ന് വരും. സോ തന്നിരിക്കുന്ന ഓരോ ഓപ്ഷനിനകത്തും തന്നൊന്നുമില്ല. ബട്ട് ആൻസർ ഓപ്ഷൻസിനകത്തില്ല. പക്ഷെ ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ സോൾവ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ക്ലിയറാ? നമ്മൾ ഏകദേശം 7 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി വരുന്ന റിമൈനിങ് ക്വസ്റ്റ്യൻസ് നമ്മളൊരു മറ്റൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാവും. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലെ അഭിപ്രായം കൂടി കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.